നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ തന്നെ മുഖമല്ലാതിരിക്കുന്നത്? ആരായിരുന്നു ഫോണില്? ഭാമയായിരുന്നു സൂര്യ. അഭി അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോയെന്ന്. ആണോ? അപ്പൊ പിന്നെ എങ്ങനെയാ? ഞാനും അത് അവളോട് ചോദിച്ചതാ. അഭി നമ്മളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാവും പോയത്. പെട്ടെന്നിങ്ങനെ അഭി പോകുന്ന ഭാമയും വിചാരിച്ചു കാണില്ല. ബിസിനസ് ആവുമ്പോ അങ്ങനെയാണല്ലോ, തനിക്ക് അറിയാവുന്നതല്ലേ. ഒരു സമയത്ത് ഞാൻ ഇതുപോലെ കുറെ ഓടിയിട്ടുള്ളത്. സൂര്യ വെച്ചതുപോലെ നല്ലൊരു മാനേജറെ വെച്ചിരുന്നെങ്കിൽ അഭിക്ക് എപ്പോഴും ഇങ്ങനെ പോയേണ്ടി വരില്ലായിരുന്നു. അതിന് നിസ്സാരപ്പെട്ട ഒരാള് പോരാ, മിടുക്കനായിരിക്കണം. സ്വന്തം ബിസിനസ് പോലെ നോക്കുന്നവനായിരിക്കണം. അങ്ങനെ ഒരാളെ വയ്ക്കണമെങ്കിൽ നല്ല കാശാവും, അത്യാവശ്യം സൗകര്യങ്ങളും കൊടുക്കണം. പക്ഷെ നിന്റെ അംബാലിക ആന്റി ഇവിടെ കാശ് ലാഭിക്കാനല്ലേ നോക്കൂ. അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂ സൂര്യ? എല്ലാം നോക്കണ്ടേ? പക്ഷേ അംബാലിക ആവശ്യമില്ലാതെ കാശൊന്നും കളയില്ല. അവർക്ക് ശരിയെന്നും ലാഭമൊന്നും തോന്നുകയും ചെയ്യും. സത്യം പറഞ്ഞ അവർക്ക് ആവശ്യം കീ കൊടുക്കുമ്പോ ചാടുന്ന ഒരു ഭർത്താവിനെയും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റാമ്പായ അഭിയാണ്. ശരിയല്ലേ? എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും സൂര്യ? എന്നും ഇതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കുന്നാണോ അവരുടെ വിചാരം? അവരൊക്കെ പഠിച്ചതേ പാടൂ ഭാവന. നമുക്കൊന്നും ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റില്ല. ഇവിടെ ഭാമ പെട്ടുപോയി, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചല്ലേ പറ്റൂ. ഭാമ എല്ലാം സഹിക്കുന്നത് അഭിയെ കരുതിയ സൂര്യ. അതെനിക്കറിയാലോ. പിന്നെ ഇതൊന്നും അധികകാലം നിൽക്കില്ല ഭാവന. സ്വന്തം മക്കളോട് പോലും ദയ കാണിക്കാത്തവരൊക്കെ ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഇവരെ പോലുള്ളവരെ സൃഷ്ടിക്കുന്നതും കെട്ടിപ്പൊക്കുന്നതും വെറും ചീട്ട് കൊട്ടാരങ്ങളാ സൂര്യ. ചെറിയൊരു കാറ്റ് ദിശ മാറി വീശിയാ മതി, ആ കൊട്ടാരം തകർന്നു വീഴാൻ. അഭിയുടെ അച്ഛനൊരു പാവമായി പോയി. വേറെ വല്ലവരും ആയിരുന്നെങ്കില് കാരണം പൊളിച്ച് വീട്ടിലിരുത്തേനെ. ഇനിയിപ്പോ എങ്ങനെയാ കാര്യങ്ങള്? നമുക്ക് ആലോചിച്ച് ചെയ്യാം. അഭി എന്നെ വിളിക്കാന്ന് ഭാമയോട് പറഞ്ഞു. പിന്നെന്താ? അല്ലെങ്കിൽ തന്നെ അഭി അങ്ങോട്ട് വിളിക്ക. അംബാലിക എന്തിനാവും കാണണമെന്ന് പറഞ്ഞത്? ഇനി ഭാമയെ പിന്തിരിപ്പിക്കണമെന്ന് പറയാനായിരിക്കും. അംബാലിക എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലെ ഒരു പ്രൈവസി വീട്ടിൽ കിട്ടില്ല ജയനിർമ്മലേ. വീട്ടിലായിരുന്നെങ്കിൽ ഭാമയെ എനിക്കൊന്ന് കാണായിരുന്നു. അവൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാന്ന് സമ്മതിച്ചിട്ടും എനിക്ക് അവളെ ഒന്ന് കാണാനോ നല്ലൊരു വാക്ക് പറയാനോ പറ്റിയിട്ടില്ല. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ ജയനിർമ്മലേ. പിന്നെ ഭാമ സമ്മതിച്ചതല്ല, ഭാമയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചതാ. അറിയാം, പക്ഷേ അതെന്തിനാണെന്നാ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. എന്തായാലും ഒരു നല്ല കാര്യത്തിനാണെന്ന് മനസ്സിലായല്ലോ. ജയനിർമ്മല ചിന്തിക്കുന്നുണ്ടാവും, ഭാവനയോട് ബദ്ധശത്രുതയുള്ള ഞാൻ എന്തിനാ ഭാവനയെ സഹായിക്കാൻ തയ്യാറായതെന്ന്. ശരിയല്ലേ? ഉറപ്പായും. ഒന്നല്ല, പലതവണ ഞാൻ അങ്ങനെ ചിന്തിച്ചതാ. നമ്മളൊക്കെ മനുഷ്യരല്ലേ ജയനിർമ്മലേ? എന്നും പകയും വിദ്വേഷമായിട്ട് ജീവിച്ചാ മതിയോ? എന്തിന്? ഭാവനയുടെ നാശത്തിനു വേണ്ടി നമ്മൾ തന്നെ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ. ഭാവനയുടെ നാശം കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കളി കളിച്ചവളാണല്ലോ ജയനിർമ്മല. ജയനിർമ്മല ഇപ്പോ ഭാവനയ്ക്ക് വേണ്ടി കൊട പിടിക്കുന്നില്ലേ? അംബാലിക ഈ പഴംപുരാണം പറയാനാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ ജയനിർമ്മലേ. ഇതുപോലൊരവസരം ഇതുവരെ കിട്ടാതിരുന്നോണ്ടാണല്ലോ ഞാൻ പറയാതിരുന്നത്. ആര് പറഞ്ഞു? അന്ന് ഓണത്തിന് ഭാവനയുടെ വീട്ടിൽ വെച്ചും അംബാലിക എനിക്കിട്ടൊന്ന് കുത്തിയതാ. അതെന്താ, മറന്നുപോയോ?
മര്യാദയ്ക്ക് നിന്ന് എന്നെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് എന്താ എന്റെ ഉദ്ദേശമെന്ന് ജയനിർമ്മല ചോദിച്ചിട്ടല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. അപ്പോ നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. മനുഷ്യരുടെ എല്ലാം സ്വഭാവം ഇങ്ങനെ തന്നെയാ ജയനിർമ്മലെ. നമ്മൾ എത്ര നന്നാവാൻ ശ്രമിച്ചാലും സമ്മതിക്കില്ല. പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കമ്പാലികെ, ഞാനിവിടെ നിന്നോട് വാദിക്കാനോ വഴക്കിടാനോ വന്നതല്ല. നീ വിളിച്ചു, ഞാൻ വന്നു. ഞാനും വഴക്കിടാനും വാദിക്കാനും ഒന്നും വന്നതല്ല. ഭാമ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തയ്യാറായപ്പോ അതിന് കാരണക്കാരി ഞാനാണെന്ന് അറിഞ്ഞിട്ടും അവിടുന്ന് ആരും എന്നെ ഒന്നും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്തിന്? ഭാവന പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ സംസാരിച്ചു. വിജയപത്മനും ജാനകിയും വീട്ടിൽ വന്ന് സംസാരിച്ചു. അറിയാലോ, ഭാവനയുടെ തകർച്ച കാണാൻ വേണ്ടി നമുക്കൊപ്പം നിന്ന ടീമാണ് വിജയപത്മനും ജാനകിയും. പക്ഷേ ഇന്ന് അവരും ഭാവനയുടെ നന്മയ്ക്ക് വേണ്ടി കൊട പിടിക്കാൻ നടക്കുക. അതെ അമ്പാലികെ, ഞാനും വിജയപത്മനും ജാനകിയും ഒക്കെ മാറണമെങ്കിൽ അത്രമാത്രം ഭാവന ഞങ്ങളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയതുകൊണ്ടാ. ഇന്ന് അതിൽ എനിക്ക് അഭിമാനമുണ്ട്. വളരെ നല്ല കാര്യം ജയനിർമ്മലെ. അപ്പോ നിങ്ങൾക്കൊക്കെ ഭാവനയെ സഹായിക്കാനും സ്നേഹിക്കാനും പറ്റുമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? എന്താ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇല്ലേ? ഉണ്ട് അമ്പാലികെ. എനിക്കൊരാപത്ത് വന്നപ്പോഴും ആവശ്യം വന്നപ്പോഴും ഭാവനയുടെ സ്നേഹവും കെയറിങ്ങും എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുതന്നെയാ വിജയപത്മനും ജാനകിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. സ്വന്തം വീട് നഷ്ടപ്പെട്ട് തെരുവിലാകൂന്ന് വന്നപ്പോ അവരെ താങ്ങിപ്പിടിക്കാനും സ്വന്തം വീട്ടിൽ അഭയം കൊടുക്കാനും ഭാവന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാരണങ്ങൾ തന്നെയാ ഭാവനയെ മനസ്സിലാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. പക്ഷേ അമ്പാലികയ്ക്കൊരിക്കലും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാ അമ്പാലിക ഇക്കാര്യത്തിൽ ഭാമയെ സപ്പോർട്ട് ചെയ്തപ്പോ സംശയിച്ചത്. ഈ പറഞ്ഞത് ന്യായം, ഞാൻ നിരസിക്കുന്നില്ല. പക്ഷേ എന്റെ ഭാഗത്തും എന്തെങ്കിലും ഒരു കാരണമില്ലെന്ന് ജയ പറയരുത്. ജയനിർമ്മലയുടെ ഏട്ടൻ അജയനെ കൂട്ടുപിടിച്ച് ഞാനാണ് ഭാവനയെ അപായപ്പെടുത്തിയെന്ന് ജയനിർമ്മലയും വിശ്വസിച്ചിട്ടില്ലേ? ആ ഒരു കാരണത്തിന്റെ പേരിലല്ലേ സൂര്യയും സേതുവും കൂടി എന്നെ വീട് കയറി ആക്രമിച്ചത്. ഞാൻ അന്നൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ?